അപ്പോൾ ഹെയർ ഗ്രോത്ത് ജേർണി പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡയറ്റൊക്കെ ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്തത്, നിങ്ങൾക്ക് മനസ്സിലായി. പാർട്ട് 1 ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഹെയർ പാക്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോണത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് റിസൾട്ട് തന്ന ഒരു ഹെയർ പാക്കാണ് നമ്മുടെ കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളം ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങി. അത്രയും വേസ്റ്റ് ആയിരുന്നു, ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആഴ്ചയിൽ ഞാൻ വിടാണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു സംഭവമായിരുന്നു കഞ്ഞിവെള്ളം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ഒരുപാട് യൂസ് ചെയ്താലും ഡ്രൈ ആവും കേട്ടോ. അപ്പം എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കരുത്. ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം മാത്രം കഞ്ഞിവെള്ളം യൂസ് ചെയ്താൽ മതി. ഞാൻ കഞ്ഞിവെള്ളം വെച്ചിട്ട് തല കഴുകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉലുവ വെള്ളമില്ലേ, ഉലുവ വെള്ളത്തിലും തല കഴുകാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഒന്നാമത് നമ്മുടെ വീട്ടിൽ ഉള്ളത് മറ്റേ പൈപ്പ് വെള്ളം, ബോർ വെള്ളമൊക്കെ ആയിരുന്നു. അത് യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളുടെ കുളം ഉണ്ടല്ലോ, അവിടെയൊക്കെ രാവിലെ പോയിട്ട് തല മാത്രം കഴുകും കേട്ടോ. അപ്പോൾ തലയൊക്കെ അവിടെ നിന്ന് കഴുകാൻ തുടങ്ങി. പക്ഷെ അത് എപ്പോഴും പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും മുടി കഴുകുന്നത് ഓരോരോ വെള്ളത്തിലായിരിക്കാം, അങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരിക്കൽ കഞ്ഞിവെള്ളം കൊണ്ട് കഴുകിയെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ ഇങ്ങനെ തരുതരുന്നുണ്ടാവും. അപ്പം അതല്ലാണ്ട് വേറത് ഞാൻ കണ്ടുപിടിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ എന്താണ് കൊയ്യാക്ക ഉണ്ടല്ലോ, കൊയ്യാക്ക ഗുവ ലീഫ്, ആ ഒരു സംഭവം വെള്ളം കഴിച്ചിട്ട് അതുകൊണ്ട് കഴുകാൻ തുടങ്ങി. നമ്മുടെ ഉലുവ വെള്ളം കൊണ്ട് കഴുകാൻ തുടങ്ങി. ചിലപ്പോൾ തുളസിയൊക്കെ വെള്ളം ഇട്ടിട്ട് കഴുകാൻ തുടങ്ങി കേട്ടോ. അപ്പം അങ്ങനെ കഴുകുന്ന ടൈമിൽ എനിക്ക് അത്യാവശ്യം മാറ്റം വന്നു. പിന്നെ ഞാൻ എപ്പോഴും കുളിക്കാറില്ല. ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം കുളിക്കാറേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറിനെ കാണിച്ച ടൈമിൽ ഡോക്ടർ പറഞ്ഞു ഡെയിലി തല കുളിക്കേണ്ട, പിന്നെ ഡെയിലി എണ്ണ വെക്കേണ്ട തലയിൽ. ഓക്കെ, ഡെയിലി വെറുതെ എണ്ണ വെക്കേണ്ട ആവശ്യമില്ല. എണ്ണ വെച്ചു എന്ന് വെച്ചാൽ പിന്നെ അത് എണ്ണ അവിടെ ഇരുന്നിട്ട് പിന്നെ അത് ഡേർട്ടാവും. പിന്നെ നമ്മളിങ്ങനെ എണ്ണയൊക്കെ കുറച്ച് ദിവസം തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെന്ന് വെച്ചാൽ നമ്മുടെ നഖത്തിലൊക്കെ വരും, അതൊരു ചളിയായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊന്നും തലയിൽ എണ്ണയൊന്നും അധികം വെക്കരുത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാറ്റാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് തന്നൊരു സാധനമായിരുന്നു ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ കാസ്റ്റർ ഓയിൽ പറയുന്നത് ആവണക്കെണ്ണയാണ് കേട്ടോ. അത് നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ എണ്ണ വാങ്ങിക്കുന്ന ടൈമിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ സ്കാൽപ്പിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അതിനൊപ്പം വേറൊരു എണ്ണയും കൂടെ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുക കേട്ടോ. അത് മിക്സ് ചെയ്തിട്ട് തേക്കണം. കാരണം ആവണക്കെണ്ണ ഭയങ്കര കട്ടിയുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതെനിക്ക് ഭയങ്കരമായിട്ട്, അത് ഹെയറിന് മാത്രമല്ല കേട്ടോ, പുരുകത്തിനും എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം ബേബി ഹെയർസും മുടി ഒന്ന് കുറച്ചെങ്കിലും തിക്കിൽ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് അതായിരുന്നു. പിന്നെ ഹെയർ പാക്ക് എന്ന് പറയാൻ ഞാൻ യൂസ് ചെയ്തത് നമ്മളുടെ ഉള്ളിനീരില്ലേ, നമ്മളുടെ ഒണിയൻ, നമ്മുടെ ഉള്ളി. ചിലവർ പറഞ്ഞു എന്താണ് ചെറിയ ഉള്ളിയാണ് നല്ലത്, ചിലർ പറഞ്ഞു വലിയ ഉള്ളിയാണ് നല്ലത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഉള്ളിക്ക് വലിയ ചിലവാണ് കേട്ടോ. വിചാരിക്കണ പോലെ ഞാൻ വീട്ടിൽ നിന്ന് നല്ല ചീത്ത കേൾക്കും. കാരണം ഞാനൊക്കെ ഉള്ളി എടുത്ത ടൈമിൽ അമ്മ പറഞ്ഞു നിന്റെ തലക്കന്നെ വേണമല്ലോ കുറേ എണ്ണം പറഞ്ഞിട്ട് അമ്മ ചീത്ത പറഞ്ഞിട്ടോ. അവൻ്റെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഉള്ളിക്കൊക്കെ എന്താ വില. അപ്പോൾ ഉള്ളി എടുക്കുക കേട്ടോ. ഉള്ളി കുറച്ചെടുത്താൽ മതി. നമ്മളുടെ സ്കാൽപ്പിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ, അപ്പോഴത്തെ ഉള്ളിൻ്റെ ഒരു ഇത് കാരണം കേട്ടോ. അപ്പോൾ ഉള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഇരിക്കാൻ തുടങ്ങി. അത് ഞാനൊരു ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം ചെയ്യാൻ തുടങ്ങി കേട്ടോ. എന്നിട്ട് അതെനിക്ക് നല്ല റിസൾട്ട് ഉള്ളിൻ്റെ തന്നു കേട്ടോ. ഉള്ളി ചെറുതായിട്ട് നാറുമെങ്കിലും വലിയ കാര്യമില്ല. പിന്നെ എൻ്റെ മുടിക്ക് ഏറ്റവും വില്ലനായി വന്നതായിരുന്നു കേട്ടോ താരൻ. ആ താരൻ വന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പിന്നെയും ഡോക്ടറിനെ കാണിച്ചു. ഞാൻ കാണിച്ചത് ആരെയാണെന്ന് വെച്ചാൽ ഹെയർ സ്പെഷ്യലിസ്റ്റിനെയാണ് കേട്ടോ കാണിച്ചത്. ഞാൻ ഇവിടെ പാലക്കാടുള്ള ആർട്രസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയും, കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു സ്കിൻ ക്ലിനിക്കാണ്. ഞാൻ ഇപ്പോഴും എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു എന്ന് വെച്ചാൽ അവിടെയാണ് കേട്ടോ പോയി കാണിക്കാറുള്ളത്. അപ്പം ഞാൻ അവിടെ പോയി കാണിച്ചു. അപ്പോൾ അവർ നല്ല താരഞ്ഞുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല താരഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് താരൻ്റെ പ്രശ്നം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടുത്തെ പുരുകുണ്ടല്ലോ, പുരുകുമൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ തലയിലത്തെ താരം നമ്മുടെ പുരുകത്തേക്ക് വന്നിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ തലയിലത്തെ മുടിയും പോകും, പുരുകവും പോകും എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ ഞാൻ ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കണ്ട ടൈമിൽ എനിക്ക് അവിടെ നിന്ന് ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഫോളി ഹെയർ എന്ന് പറഞ്ഞിട്ട് ടാബ്ലറ്റ് ആയിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ടാബ്ലറ്റിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചാലും ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്.
ഇതാരും വാങ്ങിക്കരുത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാൽ മാത്രം വാങ്ങിക്കുക. ഞാനിവിടെ പേര് പറയണത് എന്താ വെച്ചാൽ ഞാൻ ഇതൊക്കെയാണ് കഴിച്ചതെന്ന് നിങ്ങൾക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡോക്ടർ എനിക്ക് ഒരു ടാബ്ലറ്റും ഷാമ്പും കണ്ടീഷണറൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടാബ്ലറ്റ് ആ ഒരു കഴിയണവരെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടി അത്യാവശ്യം കുഴപ്പമില്ല, പിന്നെയും ആ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞു ഭയങ്കര ഗ്രോത്ത് എന്നല്ല കേട്ടോ, ആ ഒരു ഹെയർ ഫോളൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് മുടി ഒന്ന് ഹെൽത്തി ആവുന്നുണ്ട്. ഇങ്ങനെ വലിച്ചാൽ പൊട്ടുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഹെയറായി. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി താരനാണ് വില്ലൻ. അപ്പം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മാറ്റേണ്ടി വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വെക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ, കണ്ടീഷണർ, അപ്പോൾ അങ്ങനത്തെയൊക്കെ ഞാൻ മാറ്റി വെക്കാൻ തുടങ്ങി. ഇത് ഞാൻ യൂസ് ചെയ്യുള്ളൂ, ഇത് വേറെ ആരും എടുക്കണ്ട എന്നുള്ള രീതിക്ക് ഷാമ്പൂ കണ്ടീഷണറും എടുക്കട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഈ ടവലും കോമ്പും അത് ആർക്കും കൊടുക്കണ്ട. വേറെ ആരും നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് കൂടെ താരഞ്ഞുണ്ടെന്ന് വെച്ചാൽ നമുക്കും പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാൻ മതി കേട്ടോ. പെട്ടെന്ന് താരം നമുക്ക് അഫക്റ്റ് ചെയ്യും വേറെ ആരുടെങ്കിലും കോമ്പൊക്കെ യൂസ് ചെയ്തു എന്ന് വെച്ചാൽ. ഞാൻ അപ്പോൾ അതൊക്കെ കുറച്ച് കമ്മിയാക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ താരം പോകാൻ നമുക്ക് എന്തെങ്കിലും നാച്ചുറൽ റെമഡി വേണ്ടേ. എപ്പോഴും ഷാമ്പും കണ്ടീഷണറും ഞാൻ യൂസ് ചെയ്യണം പറയില്ല കേട്ടോ. ഷാമ്പും കണ്ടീഷണറും ഒരിക്കലും, അതൊക്കെ ഷാമ്പും കണ്ടീഷണറും എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഹെയറിൽ, നമ്മളുടെ സ്കാൽപ്പിലുള്ള ചളിയും നമ്മളുടെ ഹെയറിലുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളുടെ മുടി വളരാനല്ല. ഓക്കെ, അപ്പോൾ ഒരു ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഷാമ്പു ആണെന്ന് വെച്ചാലും കണ്ടീഷണർ ആണെന്ന് വെച്ചാലും യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അധികം എപ്പോഴും ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. താരം പോകാൻ വീട്ടിൽ ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ നീം ലീവ്സ് ഉണ്ടല്ലോ, വേപ്പിലൻ്റെ ഇല, അതെടുത്തിട്ടൊന്ന് അടിച്ചു. അതിൻ്റെ ഉള്ളിൽ അതിൽ തന്നെ നമ്മുടെ കുറച്ച് ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി വലിയ ഉള്ളി നിങ്ങൾക്ക് എടുക്കാം. അതും അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെച്ച് പിടിപ്പിക്കുക കേട്ടോ. നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ഹെയർസൊക്കെ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ഒരു 2-3 സ്പൂണ് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം, എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർസ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്തിട്ട് നമ്മളുടെ സ്കാൽപ്പിലും നമ്മളുടെ മുടി എൻഡ് വരെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 1 മണിക്കൂർ 1/2 മണിക്കൂർ നമ്മുടെ ഹെയറിൽ വെച്ചിട്ട് വാഷ് ചെയ്യുക. ഷാമ്പു നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ താരൻ ഒരു 99% കമ്മിയായിട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വർക്ക് ആവുന്നുണ്ട്. ഇത് വർക്കായത് വീട്ടിലെല്ലാവരും പിന്നെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കാരണം ഇതെല്ലാവർക്കും വർക്ക് ആവാൻ തുടങ്ങിയ ഒരു ഐറ്റമാണ്. വേപ്പിലൻ്റെ ഹെയർ പാക്കൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഒന്നിൽ തന്നെ സ്റ്റക്കായി നിന്നില്ല. ഞാൻ കുറേ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്തു. നമ്മളുടെ ഉലുവയുണ്ടല്ലോ, ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് അതിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് അരച്ച് തേക്കാൻ തുടങ്ങിയിട്ടു. ഇടയ്ക്ക് മൈലാഞ്ചിൻ്റെ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യും. ഞാൻ ആഴ്ചയിൽ ഒരു 2 ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഷാമ്പൂ കണ്ടീഷണർ ഉണ്ടല്ലോ, ഞാൻ ഒരു ലിമിറ്റ് വരെ അത് യൂസ് ചെയ്യേണ്ട എന്ന് വെച്ചു കേട്ടോ. ഈ ഷാമ്പൂവിൻ്റെ വരെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളുടെ ഇതുണ്ടല്ലോ, ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ ഒരു വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചാൽ തന്നെ നമ്മൾ അത് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലൂയിഡ് വരും. അത് നമ്മളെ തലയിൽ തേക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഷാമ്പൂവിൻ്റെ പകരമൊക്കെ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു 2 ആഴ്ച കൂടുമ്പോഴാണ് മുടി ഒന്ന് ഡസ്റ്റൊക്കെ വന്നു എന്ന് തോന്നിയെന്ന് വെച്ചാൽ ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യുള്ളൂ. ഡെയിലി ബേസിസിൽ ഞാൻ ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ നിർത്തിക്കൊള്ളൂ. ഡെയിലി ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ താളിയൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒന്നാമത് എന്നെ അടിപൊളിയായി ഹെൽപ്പ് ചെയ്ത ഒരു നാച്ചുറൽ റെമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞുണ്ണിയാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോ സൈഡിൽ ഞാൻ കൊടുക്കാം. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഞ്ഞുണ്ണി എനിക്ക് അടിപൊളിയായി ഹെൽപ്പ് ചെയ്തു. നല്ല തണുപ്പ് തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ മൈഗ്രെയിൻ്റെ ആ ടൈമിൽ എനിക്ക് തല ഭയങ്കര ചൂടാവും, എനിക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആവും. അപ്പം ഞാൻ ഇത് തേച്ച് കുളിക്കുന്ന ടൈമിൽ എനിക്ക് അത്യാവശ്യം കേട്ടോ എൻ്റെ ഒരു ഇതിൽ എനിക്ക് കുറച്ച് കൂളായ ഒരു എഫക്റ്റ് തന്നു. അതുമാത്രമല്ല മുടി
ഗ്രേ ഹെയർസ് ആണെന്ന് വെച്ചാൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു കഞ്ഞുണ്ണിൻ്റെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് നമ്മുടെ മുടി ഒന്ന് സ്ട്രോങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നാട്ടിൻപുറത്തുള്ള ആൾക്കാരാണ് കഞ്ഞുണ്ണിയൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അത് ആ ഒരു സീസൺ ടൈമിൽ, അതിൻ്റെ സീസൺ ടൈമിൽ, കഞ്ഞുണ്ണിൻ്റെ സീസൺ ടൈമിൽ നിങ്ങളൊന്ന് അത് തേച്ച് കുളിക്കാൻ നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ഐറ്റമാണ്. ഞാൻ അതിൻ്റെ വീഡിയോ സൈഡിൽ കൊടുക്കുക. എന്താണ് ഇതിന് ഭൃംഗരാജ എന്നാണോ പറയുക, എനിക്ക് അറിയില്ല കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ എന്താണ് ഇതിനെ പറയുക. ഞങ്ങളുടെ ഇവിടെ കഞ്ഞുണ്ണി അങ്ങനെയൊക്കെയാണ് പറയാം കേട്ടോ.